നഴ്സറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെറൈറ്റി ബൊഗെയിൻവില്ലകൾ തേടിയുള്ള നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് തലസ്ഥാനത്താണ്. തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് അടുത്ത് ആക്കുളം എന്ന സ്ഥലത്താണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനടുത്തുള്ള ഒരു ബൊഗെയിൻവില്ല ഗാർഡൻ അഥവാ ഒരു വെറൈറ്റി ഗാർഡനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആക്കുളം ഗ്രീൻ വാലി എന്ന ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. ഈ ഗാർഡനിൽ ചെന്നാൽ പർച്ചേസ് ചെയ്യാം എന്നതിനോടൊപ്പം തന്നെ ആക്കുളത്തെ എയർഫോഴ്സ് മ്യൂസിയം, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ ബോട്ടിങ് ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഗാർഡനിൽ പോയി ചെടികൾ വാങ്ങാം, അതുപോലെ ഈ മ്യൂസിയം ആസ്വദിക്കുകയും ചെയ്യാം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഈ യാത്രാ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഗാർഡനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ അനുപമ. ഞങ്ങളിവിടെ ആക്കുളം ഗ്രീൻ വാലി പ്ലാന്റ് സ്റ്റോർ നടത്തുന്നു. നമ്മുടെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് ഇവിടെ ലോ പ്രൈസിങ്ങിൽ ബാക്കിയുള്ളവർക്ക് മാക്സിമം വെറൈറ്റീസ് എത്തിക്കുക എന്നതാണ്. ഇവിടെ മെയിനായിട്ട് എന്തൊക്കെയാണ് ചേച്ചി ഉള്ളത്? നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇൻഡോർ കളക്ഷൻസും പിന്നെ പോട്ട്സ്, കുറച്ച് ഔട്ട്ഡോർ, കുറച്ച് മെഡിസിനൽ, അങ്ങനെ പ്ലാന്റ്. ബൊഗെയിൻവില്ല മൾട്ടി ഗ്രാഫ്റ്റഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതും വളരെ റീച്ചബിൾ പ്രൈസിലാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. ആർക്ക് വേണം നമ്മുടെ സ്റ്റോർ ഇപ്പോൾ വന്ന് വിസിറ്റ് ചെയ്യാം. നമുക്ക് ഓരോ ഐറ്റം നോക്കാം. നമുക്ക് ബൊഗെയിൻവില്ല നോക്കിയാലേ. ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണല്ലേ? അതെ. ഇതില് ഏതൊക്കെയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്? ഇതില് തായ്ലൻഡ് വെറൈറ്റീസ് ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിലും ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ചില്ലി റെഡ് ഉണ്ട്, ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്, ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ചും ഉണ്ട്. ഈ നിൽക്കുന്ന ചില്ലി ഓറഞ്ച്. ഇന്നലെ മഴയുള്ളതുകൊണ്ടാണ് അതെ, ഒരു വെള്ളം കൂടിപ്പോയി. ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണല്ലേ? അതെ, തായ്ലൻഡ് വെറൈറ്റീസ് ആണ് ഇതെല്ലാം. ഇതില് കുറെ കളക്ഷൻ ഉണ്ടായിരുന്നോ അതോ നമുക്കിപ്പം സെയിലായി തീർന്നതാണോ? ഇല്ല, നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ബുക്കിംഗ് അനുസരിച്ച് എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടഡ് മൾട്ടി ഗ്രാഫ്റ്റഡ് ബൊഗെയിൻവില്ല ആണ് അല്ലേ? സിമന്റ് പോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. എർത്തൺ പോട്ട്സ് അത് നമ്മൾ ഡിസൈൻ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. പല സൈസിലുള്ളത് ചെയ്യും. പല സൈസിൽ പല മോഡലിൽ ചെയ്യുന്നുണ്ട് എർത്തൺ പോട്ട്സിൽ. ഇത് സിമന്റ് പോട്ട്സ് അല്ലേ? ഇത് സിമന്റ് പോട്ട്സ് ആണ്. നമുക്ക് ഉള്ളിൽ സെറാമിക് നോക്കാം. സെറാമിക് ഉണ്ട്. ഇതൊക്കെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് അല്ലേ? അതെ, ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. യുജീനിയ, പിന്നെ മുരയ്യ, നമ്മുടെ ഇവിടെ മരമുല്ല എന്ന് പറയുന്ന വെറൈറ്റി ആണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് നിർത്താം. അതേതാണ് മുളയുടെ സൈഡിൽ നിൽക്കുന്നത്? അത് ഗോൾഡൻ സൈപ്രസ് ആണ്. നമ്മുടെ ഇവിടെ ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് ട്രീ പോലെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഗോൾഡൻ സൈപ്രസ് അല്ലേ? അതെ. ഇത് വലിയ വലിയ ട്രീകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഡിസംബർ ലാസ്റ്റ് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഒരു ചെറിയൊരു ഫെസ്റ്റ് നടത്തിയിരുന്നു. ഓക്കെ. ഇത് ഏതാണെന്ന് പറയാ ചേച്ചി? ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ് വരുന്നത്. ഇതിൽ ഓൾറെഡി ഇപ്പോൾ പൂത്ത് കായ് ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സിന്റെ വെറൈറ്റീസും അവൈലബിൾ ആണ്. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണെങ്കിലും നമ്മൾ ഒരുപാട് കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. സപ്പോട്ട, വലിയ സൈസ് സപ്പോട്ട, നല്ല നമ്മുടെ സ്കൂൾ ബോയ് റംബൂട്ടാൻ, അങ്ങനെ കുറച്ചധികം നല്ല വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. ഹെർബൽസിൽ ഏതൊക്കെയാ വരണേ? ഹെർബലില് നമുക്ക് മിന്റ് തുളസി, വിക്സ് തുളസി, മധുര തുളസി, അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ സ്മെല്ല് ചെയ്തൊക്കെ അറിയാൻ പറ്റും. സ്മെല്ല് ചെയ്തൊക്കെ നല്ല ലെമന്റെ സ്മെല്ല്. അങ്ങനെ ഇനി അടുത്തിരിക്കുന്ന വിക്സ് തുളസി, അങ്ങനെ 2-3 വെറൈറ്റീസ്. ഇവരാണ് സ്റ്റാഫ് ചേച്ചി? അതെ, ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ടീം. ഇത് നമ്മുടെ ഗോപകുമാർ ചേട്ടൻ, പിന്നെ ഇത് സുഭാഷ് ഭയ്യ. ഇപ്പോഴും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുന്നത്. നമുക്കുള്ളിലേക്ക് പോവാം. കാക്ടസ് സക്കുലൻസിന്റെ വെറൈറ്റീസ് ആണ് ഈ വരുന്നത്. ഇത് വെരിഗേറ്റഡ് പിഡിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ വെറൈറ്റി ആണ്. പിന്നെ ഇതെല്ലാം കാക്ടസിൽ പെട്ടതാണല്ലേ? ഇല്ല, ഇത് ഒരു സക്കുലന്റ് പോലത്തെ പ്ലാന്റ് ആണ്, എങ്കിലും പ്ലാന്റ് കാറ്റഗറി വരുന്നതാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഷേപ്പ് വേണ്ടിട്ട്. ഇത് എയർ പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ്. വേരുണ്ടാവത്തില്ല.
വേരുണ്ടാവും, പക്ഷെ ഇതിന് മീഡിയം എയർ ആണ്, ഇതാണ് വേര് വരുന്നത്. അപ്പോൾ നമ്മൾ മണ്ണിൽ നടേണ്ട കാര്യമില്ല, മണ്ണിൽ ഇടണ്ട, കെട്ടി തൂക്കിയൊക്കെ ഇട്ടാൽ മതി. തൂക്കിയിടാം, എവിടെ ടേബിളിൽ എന്തെങ്കിലും കല്ലിന്റെ വണ്ടിയിലോ അങ്ങനെയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് നമുക്ക് വെക്കാം. ഓക്കെ ഓക്കെ. ഇത് ഒരു വെറൈറ്റി ഉള്ളൂ, ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതുപോലെ വേറെ ഇതിന്റെ ഒരു മോഡൽ കൂടിയുണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതെ ഇത് ഓ, ഇതൊക്കെ റയറാന്ന് തോന്നുന്നു, എല്ലായിടത്തും കാണുന്നില്ല തോന്നുന്നു അല്ലേ? എയർ പ്ലാന്റ് കുറച്ച് അവൈലബിൾ, എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ. പിന്നെ ബോൺസായി ഉണ്ട് അല്ലേ? ബോൺസായി. ഇതെല്ലാം ഇമ്പോർട്ടഡാ? ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ബോൺസായി ആണ്. ഇന്ത്യൻ ആണോ അതോ നമ്മൾ പുറത്തുനിന്ന് വരുന്നതാണോ? അല്ല, ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നത് അല്ലേ? ഇന്ത്യ തന്നെയാണ്. ഇത് കാക്ടസ്. ഇതിൽ പിന്നെ വേറെ ഏതാ വെറൈറ്റി പറഞ്ഞേ? സ്നേക്ക് പ്ലാന്റിന് നമുക്ക് ഒരു 25ഓളം വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇവിടെ. ഇതെല്ലാം സ്നേക്ക് പ്ലാന്റിന്റെ വെറൈറ്റീസ് ആണ് ഈ ഇരിക്കുന്നത്. ഇതെല്ലാം സ്റ്റാച്ചു ഉണ്ട് അല്ലേ ഇവിടെ? ചെറിയ ചെറിയ ഇതെല്ലാം സ്നേക്ക് പ്ലാന്റിന്റെ വെറൈറ്റീസ്, ഹോം ഡെക്കർ ഐറ്റംസ് ആണ് ഇതെല്ലാം. അപ്പൊ അതിന്റെ ഒരു ചെറിയ കളക്ഷൻസ് നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സെറാമിക്കാ? ഇതെല്ലാം റെസിൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. സെറാമിക്കിൽ വരുന്നത് പോട്ട്സിലാണ് വരുന്നത്. ബാക്കിയെല്ലാം റെസിൻ ആണല്ലേ, പോട്ട്സ് മാത്രം സെറാമിക്. അത് ഇത് എന്തുള്ളതാണ് കാണുന്നത്? ഇത് നമ്മളെ വാൾ ആർട്ട് ഹാങ്ങിങ് ആണ്, ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അതെ, ഗാർഡന്റെ ഇടയിലൊക്കെ നമുക്ക് ഡെക്കറേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. ഓക്കെ. ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട് അല്ലേ? ഇത് മണ്ണിലാണ് വരുന്നത്, എർത്തിന്റെ വാൾ ഹാങ്ങിങ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ആഫ്രിക്കൻ ട്രൈബൽസിന്റെ ഫേസ് ആണ് എല്ലാത്തിനും കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണോ? അല്ലേ, ഇത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. അതെ അല്ലേ? നമ്മൾ മെയിനായിട്ട് വെർട്ടിക്കൽ ഗാർഡൻ, ബാൽക്കണി ഗാർഡൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇൻഡോറിൽ വരുന്ന ഒരു മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തേക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഓക്കെ ഓക്കെ. ഇതില് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇപ്പൊ മോസ്റ്റ് ആയിട്ട് ഇതാണ് ട്രെൻഡ് ആയിട്ട് വരുന്നത്, വെർട്ടിക്കൽ ഗാർഡൻ. വെർട്ടിക്കൽ ഗാർഡനിൽ ഇൻഡോറിൽ ഇങ്ങനെ മിസ് മാച്ച് ചെയ്ത് വെക്കും. നമുക്ക് ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലും കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂല, അധികം ഏരിയ വേണ്ടല്ലോ. അധികം ഏരിയ വേണ്ട. ഓക്കെ. എല്ലാ ഷെയ്ഡിലും നിൽക്കും. ഓക്കെ ഓക്കെ. അപ്പം സൂര്യപ്രകാശം നിർബന്ധമില്ല? ഇല്ല. ഫിലോഡെൻഡ്രോണിന്റെ നമുക്കൊരു 20ഓളം വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഫിലോഡെൻഡ്രോണിൽ വരുന്നത് ഇതെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ് അല്ലേ? ഇതെല്ലാം ഇൻഡോർ വെറൈറ്റീസ് ആണ്. ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. ഇതിനെല്ലാം നമുക്ക് വീക്ക്ലി വൺസ് ആണ് മെയിൻ്റനൻസ് വരുന്നത്. നമ്മൾ ഒരു ദിവസം വെളിച്ചം കൊടുക്കണം, അവിടെ വെച്ച് തന്നെ വെള്ളം ഒഴിച്ച് ട്രീറ്റ് ചെയ്യണം. അതിനുശേഷം അടുത്ത ദിവസമാണ് ഒരാഴ്ച നമുക്ക് പിന്നെ ഉള്ളിൽ വെക്കാം അല്ലേ? ഓക്കെ. ഒരു ദിവസം ഒന്ന് സൂര്യനെ കാണിക്കാം. അതെ, ഒരു ദിവസം. അത് നേരിട്ട് വേണ്ട, ഷെയ്ഡായിട്ട് മതി. ഓക്കെ. വെള്ളമൊക്കെ ഒരുപാട് വേണ്ടി വരുന്നതാണ് ഇതിന് ഇൻഡോറിന്? ഇല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചാൽ മതി. വളങ്ങളൊക്കെയോ? വളം അതുപോലെ തന്നെ 15 ഡേയ്സിൽ വൺസ് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ വളം കൊടുക്കുന്നുണ്ട്. ലാർവ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച് ഫോർ മറൈൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് PCFMLന്റെ അണ്ടറിൽ വരുന്ന ഒരു യൂണിറ്റിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ. നമുക്കിവിടെ എത്ര തരമുണ്ട് ഇത് ഇൻഡോർ പ്ലാന്റ്? ഇൻഡോർ പ്ലാന്റ്സ് ഒരു 200 കൂടുതലുണ്ട് അല്ലേ? ഓക്കെ. വൈഡ് റേഞ്ച് ഉണ്ട് അല്ലേ? ഇവിടെ അതിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. നമ്മൾ മാക്സിമം വെറൈറ്റീസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഒന്ന് തപ്പി നോക്കിയാൽ നമുക്കൊരു ഒരു വെറൈറ്റിയിലെങ്കിലും 3 എണ്ണം കിട്ടും. ഇത് ലക്കി ബാമ്പോ? ഇത് ലക്കി ബാമ്പോ. ഇത് നമുക്ക് 2 ലെയറും 3 ലെയറും ആയിട്ട് അവൈലബിൾ ആണ്. ഇത് 2 ലെയറിന്റെ ആണ്. 2 ലെയറും 3 ലെയറും ഉണ്ട്. 2 ലെയറും 3 ലെയറും ഉണ്ട്. ദിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇതിന്റെ മിനിയേച്ചർ വെറൈറ്റീസും ഉണ്ട്. മിനിയേച്ചർ വെറൈറ്റീസിൽ 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ഇത് സ്നേക്ക് പ്ലാന്റ് പോലെയല്ല അല്ലേ? അതിന്റെ വേറെയാണ്? അല്ല, ഇത് ലോ മെയിൻ്റനൻസ് ആണ്. ഇത് കുറച്ച് ലൈറ്റ് ഇഷ്ടപ്പെടുന്നതാണ്. ഇതിന്റെ ഷെയ്ഡ് ലവിങ് ആണ്. പിന്നെ ഇത് ഫിലോഡെൻഡ്രോന്റെ വെറൈറ്റി ആണ് ഇതൊക്കെ ഈ ഇരിക്കുന്നതൊക്കെ. പിന്നെ പെപ്പറോമിയ, സ്റ്റാഗൻ ഫേൺ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.
അഗ്ലോണിമയുടെ കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ടൈഗർ റെഡ്, പിന്നെ ഹാപ്പിനെസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണിത്. ഇത് തായ്ലാൻഡ് റെഡ്, സൂപ്പർ റെഡ് അല്ലേ? ആ ഓക്കെ. ഇതിൽ കുറേ വെറൈറ്റി ഉണ്ട് അല്ലേ? ആ. പിന്നെ നമുക്ക് പോട്ടെല്ലാം ഉണ്ട് അല്ലേ? ആ ഇത് പിന്നെ ഇത് കുറച്ച് ഡാർക്ക് കളറിൽ വരുന്നതാണ്. ബ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. എല്ലാ കസ്റ്റമറും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ബ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റീസ് ആണ്. പിന്നെ വലുതും ചെറുതായിട്ടുള്ള പോട്ടുകൾ ഉണ്ടല്ലേ? പ്ലാസ്റ്റിക്കിലും സെറാമിക്കിലും അവൈലബിൾ ആണ്. ഓക്കെ. കുട്ടി കുട്ടി ആനിമൽസ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ വെറൈറ്റീസ് നമുക്കുണ്ട്. ഓക്കെ. ചെറിയ ചെടികൾ എന്താണത്? ഇത് സക്കുലൻസ് ആണ് ഇരിക്കുന്നത്. ഇത് ലോ മെയിൻ്റെനൻസ്, മന്ത്ലി നമുക്ക് 2 തവണ ഇതിന് വെള്ളം കൊടുത്താൽ മതി. ഇതെല്ലാം സക്കുലൻറ്റിൻ്റെ കളക്ഷൻസ് ആണ്. പിന്നെ ഇത് നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈമിൽ ഡയറക്റ്റ് എപ്പോഴും നമ്മുടെ പോട്ടിങ്ങിലോട്ട് വെള്ളം ഒഴിക്കാൻ നോക്കാം. ഈ ലീഫിൻ്റെ ഇടയിൽ തങ്ങി നിന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിക്കുക. അതും മാസത്തിൽ 2 തവണ കൊടുക്കാവൂ. 15 ഡേയ്സിൽ വൺസേ ഇതിന് വാട്ടർ ചെയ്യാവൂ. അതും ഫുള്ള് നനയേണ്ട. നമുക്ക് ഈ പോട്ടിൻ്റെ ഒരു ഹാഫ് ലെവലിൽ ഒന്ന് ജസ്റ്റ് നന കൊടുത്താൽ മതി. കൂടുതൽ പരിചരണത്തിന്റെ ആവശ്യമില്ല, ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. ഇപ്പോൾ ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വാട്ടർ വെച്ചിട്ടുള്ള ക്യാനിനകത്ത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് 2 മിനിറ്റ് വെച്ചിട്ട് എടുത്ത് മാറ്റിയാലും മതി. അതാണ് ഈസി വേ. ഇങ്ങനെ ചെറിയ പോട്ടിലൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒഴിക്കുക. ഓക്കെ. വേറെ ഏതാ നമുക്ക്? ഇത് ഹവോർത്തിയ വെരിഗേറ്റഡ് ആണ്. ഇതാണ് നോർമൽ ഹവോർത്തിയ സീബ്ര. അതിന്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഇരിക്കുന്നത്. ഇത് പുതിയ ഐറ്റം ആണല്ലേ? ഇത് ഓൾമോസ്റ്റ് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. 1-2 ഒക്കെ നമുക്ക് ഇപ്പോൾ ഇത്. നെക്സ്റ്റ് മന്ത് ഇത് മിക്കവാറും റീസ്റ്റോക്ക് വരും. ഇത് ചെറിയൊരു മിനിയേച്ചർ കാക്ടസ് ഗാർഡൻ ആണ്. നമ്മൾ ഇങ്ങനെയെല്ലാം ഒരു ചെറിയ ടേബിൾ മിനിയേച്ചർ ഗാർഡൻ, ടേബിൾ ടോപ്പർ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ മെയിൻ്റെനൻസ് ആണ്, മന്ത്ലി ഉള്ള ഒരു മെയിൻ്റെനൻസേ വരുന്നുള്ളൂ. ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതെ, ടീപ്പോയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഓഫീസ് ടേബിളില് അങ്ങനെയല്ല. നമ്മൾ 3 വെറൈറ്റി. ഇതും ലോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ്, CC പ്ലാന്റ്, പിന്നെ ക്രിപ്റ്റാന്തസ്. ക്രിപ്റ്റാന്തസിന്റെ ഞാൻ മിനിയേച്ചർ പറഞ്ഞത് ഈ വെറൈറ്റി ആണ്, ഈ ഒരു കളറിൽ. ഇത് മുള്ളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് പ്രശ്നമാവോ? കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നമാവില്ല. ഒരിക്കൽ തൊട്ടില്ല. പിന്നെ ഇതും അതുപോലെ തന്നെ മിനിയേച്ചർ ആണ്. ഇത് ഏതാണ്? അതെ, അത് വെരിഗേറ്റഡ് ആണ്. ഇത് കാസിൽ കാക്ടസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് ശരിക്കും ഇതിന്റെ വെരിഗേറ്റഡ് ആണ്. കാസിൽ കാക്ടസിന്റെ നോർമൽ ഇതാണ്. ഇത് നോർമൽ കാസിൽ കാക്ടസ്, അതിന്റെ വെരിഗേറ്റഡ് ആണ് ഈ വരുന്നത്. കാസിൽ പോലെ ഉണ്ട്, അതാണ് അത് പേര് വന്നതല്ലേ? ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ചില കസ്റ്റമേഴ്സിന് പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കളക്ഷൻ എടുക്കും. ഓഫീസ് ടേബിളിലത്തേക്ക് അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ആയിട്ടുള്ള കുട്ടി കുട്ടി പോട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് സെറാമിക്കിൽ വരുന്നതാണ്. അങ്ങനത്തെ കുറച്ചധികം കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഇത് ട്രേ അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ കുറച്ചധികം വരുന്നുണ്ട്. ഫീസിബിളും ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് സെറാമിക്കിൽ വരുന്നതാണ്. ഇതിൻ്റെ റെഡും വൈറ്റും ബ്ലാക്കും ഒക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ ചെറിയ മണ്ണിൻ്റെ പോട്ട്സും നമുക്ക് അവൈലബിൾ ആണ്. മണ്ണാണല്ലേ? ഇത് മണ്ണിൻ്റെ ആണ്. അതിൻ്റെ വലുതും ഉണ്ടല്ലേ? അതിൻ്റെ കുറച്ച് വലുതുമാണ്. പിന്നെ ഔട്ട്ഡോറും അതിൻ്റെ പോട്ട്സ് അവൈലബിൾ ആണ്. ബുദ്ധ സ്റ്റാച്യൂസും ഉണ്ടല്ലേ? ബുദ്ധ സ്റ്റാച്യൂസും ഉണ്ട്. ഈ സൈസ് മാത്രമല്ല, നമ്മൾ സിമെന്റിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ ഫിനിഷിലൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് വലുപ്പത്തിൽ വേണേൽ നമുക്ക് ചെയ്യാം. അതെ, നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്യുന്നുണ്ട്. നമ്മുടെ സൈപ്രസ്, പിന്നെ ഈ ഫ്രണ്ടിലിരിക്കുന്ന
പെൻഡാൻഡസ്, ഇതെല്ലാം നമ്മൾ ബോർഡർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ വെക്കുന്നതാണ്. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെ മിനിയേച്ചർ ഗാർഡൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെയറി ഗാർഡൻ, ബട്ടർഫ്ലൈ ഗാർഡൻ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വാലി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലോഗോ വരുന്നത്. ഈ ലോഗോയിലാണ് വരുന്നത് അക്കുളം ഗ്രീൻ വാലി ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സഹകരിച്ചതിന് നന്ദി ചേച്ചി. ഞങ്ങളുടെ ചെടികളെയും ബാക്കി എല്ലാ ഡീറ്റെയിൽസും എല്ലാം കാണിച്ച് പറയാൻ സാധിച്ചതിൽ എനിക്ക് ചേട്ടനോട് പ്രത്യേകം നന്ദിയുണ്ട്. നമ്മുടെ യാത്രാ ചാനലിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ ഈ ഗാർഡൻ എല്ലാവിധ ആശംസകളും യാത്രാ ചാനലിൽ നേരുന്നു.